ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണല്ലേ? ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ നല്ല നീളം ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, വെള്ളമൊന്നുമില്ല. ഇനി ഈ ചിക്കനിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ സ്പെഷ്യൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഈ ചിക്കനിലേക്ക് ഞാൻ 5 ചതച്ച പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുകയാണ്. വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ആയിരിക്കും നല്ലത്, അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായി കിട്ടുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ മഞ്ഞൾപ്പൊടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ചേർക്കാത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന പുതിനയിലയും കുറച്ച് മല്ലിച്ചപ്പും ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തൈര് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1 കപ്പുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ മിക്സ് ചിക്കനിൽ നന്നായിട്ട് ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ച് മാറ്റി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലും ഇത് എടുത്ത് വയ്ക്കാം. മിനിമം 1 മണിക്കൂറാണ്, മാക്സിമം എത്ര നേരം വെച്ചാലും നല്ലതാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒരു 3 ചെറിയ പീസ് കറുവാപ്പട്ടയും ഒരു 3 ഏലക്കയും പിന്നെ ഒരു 5 ഗ്രാമ്പും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി തിളപ്പിച്ച് നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 1/4 വേവായപ്പോഴത്തേനും ഞാൻ നമ്മുടെ അരി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അരി ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുത്. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ലെയറാക്കുമ്പോൾ ഭയങ്കരമായിട്ടങ്ങ് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ സ്റ്റൗവിൽ ഒരു അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ ആദ്യം മുതലേ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോഴാണ് ആ ഹൈദരാബാദി ചിക്കൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ചിക്കൻ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ ആദ്യം തന്നെ നല്ലൊരു മണമാണ് വന്നത്. നമ്മുടെ സ്പെഷ്യൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു മണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തക്കാളിയാണ് ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഇത് അടച്ച് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ആവശ്യത്തിനാണ് വെന്തിട്ടുള്ളത്. ചിക്കൻ അങ്ങോട്ട് വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ ബിരിയാണി ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ കറിയൊക്കെ ഇന്ന് മാറ്റിയിട്ട് ബേസ് ലെയറായിട്ട് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ തിക്കായിട്ട് നല്ലൊരു റൈസിൻ്റെ ലെയർ ഇതിൻ്റെ മുകളിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന പുതിനയിലയും മല്ലിച്ചേപ്പും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബിരിയാണിയുടെ ലെയറിന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ലെയറിൻ്റെ മുകളിലേക്ക് ഞാൻ ചിക്കൻ പീസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്രേവിയോടെ ഒഴിക്കുകയാണ്. ഇനി വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ചോറിൻ്റെ ലെയർ ഇടുകയാണ്. അപ്പോൾ ഈ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും ഞാൻ ചിക്കൻ വെച്ചിട്ട് ലെയർ ചെയ്യുവാണ്. ഇത് ഒത്തിരി ഓയിലി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെയറിലും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് വീണ്ടും ചോറിൻ്റെ ലെയർ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിരിയാണി പോട്ട് അടച്ച് വെച്ചിട്ട് ഈ തവയുടെ മുകളിൽ ഒരു 30 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഈ സ്പെഷ്യൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.